എല്ലാവർക്കും നമസ്കാരം. കത്തോലിക്ക സഭയിലെ അംഗങ്ങളും നേതൃത്വവും വർത്തമാനകാലത്ത് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നാം എല്ലാവരും അറിയുന്നത് പോലെ കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷനായ പോപ്പ് സമീപകാലത്ത് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി സാധാരണക്കാരായ കത്തോലിക്ക വിശ്വാസികളിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങളും അവരുടെ സംശയങ്ങളും വളരെ ജെന്യൂൻ ആയിട്ടുള്ളതാണ്. ഇത്തരം സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും സഭാ നേതൃത്വത്തിലെ വൈദികരും ബിഷപ്പുമാരും ഒക്കെ ഉത്തരം പറയാൻ വേണ്ടി വളരെ പരിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ സമീപകാലത്ത് ഒരു വീഡിയോ ശ്രദ്ധിച്ചു. കാനഡയിൽ ഇരുന്നുകൊണ്ട് ഒരു കത്തോലിക്ക വൈദികൻ തങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകരോട് അഭിമുഖമായി സംസാരിക്കുന്ന ഒരു വീഡിയോയാണ്. ആ വീഡിയോയിൽ അദ്ദേഹം പല വാദങ്ങൾ കത്തോലിക്കയിലുള്ള വിശ്വാസികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നുണ്ട്. പ്രധാനമായ ചില കാര്യങ്ങൾക്ക് ഘട്ടം ഘട്ടമായി മറുപടി പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സൺഡേ സ്കൂൾ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ സഭയാണോ അതോ ബൈബിൾ ആണോ ആദ്യം ഉണ്ടായത്, സഭയ്ക്കുള്ളിലാണ് ബൈബിൾ ഉണ്ടാകുന്നത് എന്ന തരത്തിൽ ബൈബിളിന്റെ ഒരു സ്ഥാനം തീരെ കുറച്ച് കാണുന്ന ഒരു രീതിയിൽ അവരോട് സംസാരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. We are followers of a person. We are followers of a person. ഈശോയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, പുസ്തകത്തെ അല്ല. ഈ പുസ്തകത്തിൽ നമ്മൾ ആരെയാണ് കണ്ടുമുട്ടുന്നത്? ഈശോയാണ് ഫോളോ ചെയ്യുന്നത്. ഈശോയെ ഫോളോ ചെയ്യുന്നവർ പുസ്തകത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്ന അപകടമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലാവുണ്ടോ? വലിയ പാരാഡിഗം ഷിഫ്റ്റ് ആണത്. എന്നുവെച്ചാൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാകേണ്ടത് പുസ്തകം ഉണ്ടായിട്ടുണ്ടായതല്ല സഭ. ഒരു മാനുവൽ ഉണ്ടാക്കി വെച്ചിട്ട് ആ മാനുവൽ കണ്ട് ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്തെടുത്തതല്ല സഭ. സഭ ഉണ്ടായിട്ടുണ്ടായതാണ് പുസ്തകം. സഭയ്ക്കുള്ളിലാണ് പുസ്തകം ഉണ്ടായത്. അപ്പോ ഈ പുസ്തകത്തിന്റെ അതോറിറ്റി ആരാ? ശ്രദ്ധിച്ചല്ലോ, അദ്ദേഹം പറയുന്നത് പുസ്തകം ഉണ്ടായിട്ട് അല്ല സഭ ഉണ്ടായത്, സഭ ഉണ്ടായിട്ട് സഭയ്ക്ക് ഉള്ളിലാണ് പുസ്തകം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആശയം കൊണ്ട് അല്ലെങ്കിൽ ഒരു വാദം കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. അവിടെ 3 പേര് അദ്ദേഹവുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കാണാം. ശരിക്കും ഈ വൈദികൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഏത് രീതിയിലാണ് അവർ മനസ്സിലാക്കിയത്, എന്ത് ആണ് അദ്ദേഹം പറഞ്ഞ ഈ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഈ 3 സൺഡേ സ്കൂൾ അധ്യാപകർക്ക് മനസ്സിലായിട്ടുണ്ടോ ആവോ? സംശയമാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? സഭയ്ക്കുള്ളിലാണ് ബൈബിൾ ഉണ്ടായത് എന്നിരിക്കട്ടെ. അങ്ങനെ ആയാൽ എന്തേ ബൈബിൾ പറയുന്ന വസ്തുതകൾ, ബൈബിൾ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് അസാധുവാകുന്നു? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കണം, കൃത്യമായി ഗ്രഹിക്കണം. സഭയുടെ ഉള്ളിലാണ് ബൈബിൾ ഉണ്ടായത് എങ്കിൽ ബൈബിൾ പറയുന്ന കാര്യങ്ങൾ ആധികാരികമല്ലേ? അതിനുള്ളിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമല്ലേ? ശരി, സഭയാണോ അതോ വചനമാണോ, ബൈബിളാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ സഭ ഉണ്ടായത് വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ, നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ സഭ ഉണ്ടായത്? കൃത്യമായി പറഞ്ഞാൽ സഭ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ സഭ എങ്ങനെ ഉണ്ടാകണം എന്നതിന്റെ നിയമം നിലനിൽക്കുന്നില്ലേ? ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇത് യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. പത്രോസ് ലീഹോയോടാണ് ഇക്കാര്യം യേശുക്രിസ്തു പറയുന്നത് എന്താണ്? ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭയെ സ്ഥാപിക്കും. അപ്പോൾ സഭ സ്ഥാപിക്കും എന്ന് യേശുക്രിസ്തു പറയുകയാണ്, ഈ പാറമേൽ. അപ്പോൾ എങ്ങനെ സഭ സ്ഥാപിക്കും? സഭ സ്ഥാപിക്കപ്പെട്ടാൽ നരക കവാടങ്ങൾക്ക് സഭയെ പരാജയപ്പെടുത്താൻ ആകില്ല. ഇത്യാദി നിയമങ്ങൾ എല്ലാം തന്നെ സഭ സ്ഥാപിക്കുന്നതിന് മുമ്പേ നിലനിൽക്കുകയാണ്. നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം വായിക്കുമ്പോൾ, അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക,
സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. ഇതും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്ന കാര്യമാണ്. സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു സഭയ്ക്കുള്ളിൽ വരുന്ന ഒരംഗത്തെ എങ്ങനെയാണ് പുറത്താക്കേണ്ട നടപടിക്രമങ്ങൾ എന്ന കാര്യം കൃത്യമായി യേശുക്രിസ്തു പറയുകയാണ്. അപ്പോൾ സഭ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ സഭയിലുള്ള നിയമങ്ങൾ എന്തായിരിക്കണം, സഭയിൽ വരുന്ന ആളുകളെ എങ്ങനെയാണ് അവര് അച്ചടക്ക ലംഘനം നടത്തിയാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട നടപടിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഭ ഉണ്ടാകുന്നതിന് മുമ്പേ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം നിയമമാണുള്ളത് എന്ന് വ്യക്തമാണ്. സഭയിൽ ഒരാൾ അംഗമാകുന്നത് എങ്ങനെയാണ്? നിയമത്തിലൂടെയല്ലേ? ആ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയല്ലേ സഭയിൽ ഒരാൾക്ക് അംഗമാകാൻ കഴിയുന്നത്? അത് ഒരു നിബന്ധനകളും നിയമങ്ങളും ഇല്ലാതെ ആണോ സഭയ്ക്കുള്ളിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം അവിടെ ഇങ്ങനെയാണ്: വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 47-ാമത് വചനത്തിൽ രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവന്റെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നുവെന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 47-ാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. അവരുടെ ഗണം എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക ഗണത്തിൽ, ആദിമ സഭയുടെ ഗണത്തിലേക്ക് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു ആ കൂട്ടത്തിലേക്ക്. അപ്പോൾ സഭയിലേക്ക് ഒരാള് ചേരണം എന്നുണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെടണം എന്നൊരു നിയമമുണ്ട്. മനസ്സിലായില്ലേ? രക്ഷിക്കപ്പെടുന്നവരെയാണ് സഭയുടെ ഉള്ളിൽ അംഗം ആക്കുന്നത് എന്ന് വ്യക്തം. അപ്പൊ ഇനി രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാന്ന് നിയമമില്ലേ? അതിന്റെ നിയമമില്ലേ? അതിന്റെ നിയമമാണ് മർക്കോസ് 16-ന്റെ 16-ൽ നമ്മൾ വായിക്കുന്നത്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പൊ സഭയുടെ ഉള്ളിൽ ഒരാള് അംഗമാകുന്നതിന്, സഭയിൽ ഒരാൾ ചേർക്കപ്പെടുന്നതിന് കൃത്യമായ നിയമമുണ്ട്. സഭയ്ക്ക് മുമ്പേ തന്നെ നിയമം നിലനിൽക്കുകയാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് സഭയിൽ വരാൻ കഴിയുന്നത്, സഭ അംഗമാകാൻ കഴിയുന്നത്. റോമലേഖനം 10-9 നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ അവിടെ നോക്കിക്കേ, വിശ്വാസം അനിവാര്യമാണ്, അത് ഏറ്റുപറയേണ്ടത് അനിവാര്യതയാണ്. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയൊക്കെയുള്ളവരാണ് രക്ഷിക്കപ്പെടുന്നത് എന്നാണ് റോമലേഖനം 10-9 നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-21 നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പൊ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതും രക്ഷ പ്രാപിക്കുന്നതിന്റെ ഒരു ഉപാധിയായിട്ട് ബൈബിൾ പറയുകയാണ്. റോമലേഖനം 5-9 നമ്മൾ വായിക്കുമ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് വിചാരിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്ന ഒരാളെയാണ് അവരുടെ ഗണത്തിൽ, അപ്പോസ്തലിക ഗണത്തിൽ ചേർത്തത്. ഇനി രക്ഷിക്കപ്പെടുന്നതിന് ഈ പറയപ്പെട്ട വിശ്വസിക്കുക, വിശ്വാസം ഏറ്റുപറയുക, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുക ഇത്യാദി നിയമങ്ങൾ നിലനിൽക്കുന്നു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ നിയമം പാലിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് സഭാംഗമാകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സഭയിൽ ആകുന്നതിന് മുമ്പ്, സഭ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ നിയമം നിലനിൽക്കുകയാണ്. നിയമമാണ് ആദ്യം ഉള്ളത്. നിയമം സഭയ്ക്ക് ബാധകമാണല്ലോ. അപ്പോൾ ഓരോരോ നിയമങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കുകയും അത് മാറ്റുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടോ? ഇപ്പോൾ കത്തോലിക്ക സഭ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് 1921 അന്നത്തെ പോപ്പായിരുന്ന ബെനഡിക്ട് 15 വിശുദ്ധ കന്യക മറിയത്തെ സർവകൃപകളുടെയും മധ്യസ്ഥയായിട്ട് ആ കന്യക മറിയത്തിന്റെ ഒരു തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി സഭയ്ക്ക് അംഗീകാരം നൽകി. അത് റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പോപ്പ് ഒരു നിയമം ഉണ്ടാക്കി അത് പാടില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഒച്ചപ്പാടാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ബഹുമാനപ്പെട്ട വൈദികൻ പറയുന്ന കാര്യങ്ങളുടെ സാധുത, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ, ബൈബിൾ പരമായി അത് ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് നമുക്ക് പരിശോധിക്കാം. ഏതായാലും സഭ സ്ഥാപിക്കപ്പെട്ടത് നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു സഭയാണ്. സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ നിയമം നിലനിൽക്കുന്നു.
എന്നുള്ളത് പരിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നിങ്ങൾ പ്രതികരിക്കുക. സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിന് തീർച്ചയായിട്ടും സത്യസന്ധമായി ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.